നമ്മളുടെ ഈ വർഷത്തെ കുടുംബ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ പോവാണ്. ആമസോൺ കാടുകളിലെ വന്യജീവി സംരക്ഷണത്തിന് 2 ലക്ഷം രൂപ നമ്മൾ കൊടുക്കും. ആമസോൺ കാട് എന്താണ്? അമ്മയുടെ തറവാടാണ്. ഈ അടുത്ത് ഡോക്ടറേറ്റ് നേടി നമ്മുടെ കുടുംബത്തിന് അഭിമാനമായ നമ്മുടെ അമ്മായിയുടെ ഇളയ മോൾക്ക് വാഴക്കുല കൃഷി ചെയ്യുന്നതിലേക്കായി 50 ലക്ഷം രൂപ നീക്കി വെക്കാൻ ചിന്തയുണ്ട്. ലോക നിലവാരമുള്ള ബജറ്റ്. എന്റെ അമ്മാവ നമിച്ചില്ല. 2 വാഴക്ക പൊടിഞ്ഞ് അണ്ണാക്കിനും തിരികെ കൊടുക്കാറ്. അച്ഛന് പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോണെങ്കിൽ ലക്ഷണക്കാരൻ പുറത്തുനിന്ന് വാടകയ്ക്ക് വിളിക്കണം. 10-100 പേര് കൂടെ. അച്ഛനെ കാക്ക കൊണ്ടുപോകും ഒറ്റയ്ക്ക് പോയാൽ. അല്ല പിന്നെ കല്യാണ പാർട്ടിയാന്ന വിചാരം. വെറുതെ കടിച്ചു തൂങ്ങി നിൽക്കാണ്ട് കസേര മേടിച്ച് പോവാൻ പറയും. ഉണ്ണി, ഇഷ്ടം പോലെ സ്ഥലമാണ്. കൃഷി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും അവിടെ. പക്ഷെ നോക്കാണ്ടാണേ. അതെ, നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം അവിടെ നിൽക്ക്. ഏട്ടന്റെ മൂഡ് എന്താന്ന് ഞാൻ നോക്കട്ടെ. പറഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം. അപ്പൊ അങ്ങോട്ട് വന്നാൽ മതി. നീ കേട്ടോളി, ഇവിടെ നിൽക്ക്. എന്താ നോക്കി നിൽക്കണ ഇവിടെ? എന്താ ഇവിടെ വന്ന് നിൽക്കണ പറമ്പില്? അകത്തെങ്ങനെയാണ് ഇരിക്കണത്? 24 മണിക്കൂർ ഫാൻ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുട്ടിട്ട് അതിന്റെ അകത്ത് ഇരിക്കാൻ പറ്റില്ലേ? ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. കിട്ടേണ്ട അവകാശം കിട്ടാണ്ടാവുമ്പോ ഏതെങ്കിലും പറമ്പിലേക്ക് ഇറങ്ങി പോവല്ല വേണ്ട, പിടിച്ച് വാങ്ങാൻ നോക്കി ആദ്യം. അതെങ്ങനെയാണ് എല്ലാ കാര്യം നോക്കണം? അച്ഛനല്ലേ? അതാണ് എന്തിനു വിട്ടുകൊടുക്കണം നിങ്ങള്? അച്ഛനല്ലടാ. അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഈ കുടുംബത്തെ ഭരണോ? എടാ, ഇനി എങ്ങനെയാണ്? അച്ഛന്റെ കൂടെ നമ്മളെ പോലെ തന്നെ ആൾക്കാരില്ലേ? നിങ്ങളാണല്ലോ ഇവിടുത്തെ മൂത്ത ഏട്ടൻ. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാ? അച്ഛനിപ്പോ വയ്യ. ഈ വയ്യാത്ത കാലത്ത് ബുദ്ധിയില്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് തീരുമാനിക്കുകയാണ്. നോക്ക്, ഇക്കണ്ട പണിക്കാരൻ നിർത്തിയിട്ട് ആകെ അവിടെ നടന്ന എന്താണ്? 4 തൈ ചീരയാണ്. ഇതിന് പകരം 4 കുരുമുളക് തൈ വയ്ക്കും. സീസണിൽ വരുമാനാണ് ഇവിടെ. ഇത് പറിച്ച് 4 കട പറിച്ചു കൊടുത്താൽ എന്ത് കിട്ടും? 8 റുപ്യയെ. പറഞ്ഞ കേക്കണ്ടേ? അപ്പൊ പറഞ്ഞ കേൾക്കാത്ത ആൾക്കാരിന് എന്തു വേണോ? ആ സ്ഥാനത്ത് അങ്ങോട്ട് മാറ്റി ഇരുത്തിയിട്ട് കുടുംബത്തെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ. അതെന്താ പറ്റില്ലേ നിങ്ങൾക്ക്? അല്ല, നമ്മുടെ കൂട്ടത്തിൽ ആള് കൂടിയാൽ നമുക്ക് വേണം അച്ഛനെ പിടിച്ചൊരു മുക്കിലിരുത്താ. അതുകൊണ്ട് ഉണ്ണീനെ കൊണ്ടുവരാൻ പറഞ്ഞു. നീ എന്താ പറഞ്ഞു കേൾക്കാത്ത? നീ ഉണ്ണീനെ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അത് പറയാനാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നത്. എന്തിനാണ് അവൻ അവിടെ മാറി നിൽക്കുന്നത്? എനിക്കിപ്പോ അധികാരമൊന്നും ഇല്ലല്ലോ. എപ്പോ വേണേ വരാലോ അവനെ. അതല്ല, ഇത് പറയുമ്പോ ഇനി എന്തെങ്കിലും നിങ്ങൾ എതിര് പറഞ്ഞാലാണ്. ഇല്ല, അവൻ വരുമല്ലോ. അതാണ് ഈ പറയണത്. ഉണ്ണിയേ, ഇങ്ങോട്ട് വരി. വാഴക്കുട്ടിയുണ്ട്. ഇതെന്താ അങ്ങോട്ട് മടിച്ചു നിൽക്കുന്നത്? ഇതെന്താ നിന്റെ സ്ഥലം തന്നെയാണതൊക്കെ? അതേ, നോക്ക്, ഞങ്ങളുടെ അമ്മായി കല്യാണം കഴിഞ്ഞ് കാസർഗോഡ്ക്ക് പോയപ്പോ പിന്നെ നിങ്ങളുടെ ഒരു ചത്തും ചൂരും ഇല്ല അവിടെ. പിന്നെ വല്ലപ്പോഴും വരുമ്പോ ഈ കിടണ എന്തെങ്കിലും മേടിച്ചിട്ട് പോകാന്നല്ലാതെ വേറെ ഒന്നും ഇവിടുന്ന് കിട്ടാൻ പോണില്ല അച്ഛൻ ഇരിക്കണോടത്തോളം കാലം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നോക്ക്, അടുത്ത തവണ മുതൽ ഏട്ടൻ തറവാട്ടിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഭൂരിപക്ഷം എന്തായി? ഏട്ടൻ്റെ കൂടെ അച്ഛൻ അങ്ങോട്ട് മാറിയിരിക്കും. പിന്നെ നോക്കിട്ട് അച്ഛൻ ആ കസേരയിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ കയറി ഒരു ഇരുത്തങ്ങോട്ട് ഇരിക്കും. എന്നിട്ടുണ്ടല്ലോ, നിനക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇപ്പൊ കിട്ടുന്നതിനേക്കാളും ഗുണമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. അമ്മായിന്റെ എല്ലാ അവകാശങ്ങളും അണക്ക് ഇവിടുന്ന് ഞങ്ങൾ വാരി കോരി അങ്ങോട്ട് തരും. അതെ, ഇതാ നോക്ക്, ഇനി നിനക്കൊരു ബുദ്ധിമുട്ട് വേണ്ട. കൃഷിയുടെ കാര്യങ്ങളൊക്കെ നിനക്ക് അങ്ങോട്ട് നോക്കി നടത്താം. അത് മാത്രല്ല കുട്ടിയെ, വണ്ടിയുടെ കാര്യങ്ങൾ അവൻ തന്നെ നോക്കി നടത്തട്ടെ. ആവോ അപ്പൊ ഗതാഗതമായി കൃഷിയായി പിന്നെന്താണ്? നിന്റെ അഭിപ്രായം പറയണ കുട്ടിയെ. ഒറ്റയ്ക്ക് ഭരിക്കണം തന്നെയായിരുന്നു എന്റെ മോഹം. അതൊന്നും നടക്കില്ല. ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ കുത്തി പോകുന്നില്ലാത്ത എനിക്ക് ഏൽപ്പിച്ചു തരികയാണ് തറവാട്. അമ്മാനടുത്തൊന്നും നടക്കൂല പക്ഷേ. സുഗതേട്ടന്റെ കൂടെ ഞാൻ നിൽക്കാം. പക്ഷെ നിങ്ങളിപ്പം പറഞ്ഞ കൃഷി അതെനക്ക് തരണം. കൃഷിയും കിട്ടും നിനക്ക്. ഇവിടുത്തെ വണ്ടിയുടെ കാര്യങ്ങളും നോക്കാം. രാജ്യത്തെ മന്ത്രിമാർക്കും കൂടിയില്ല എത്ര ഓഫർ. പിന്നെന്താണ്? എല്ലാം കഴിഞ്ഞ് രാഷ്ട്രീയക്കാരുടെ ഒരു കളി എന്നോട് എടുക്കരുത്. ഇതെന്താ ഈ കുട്ടി പറഞ്ഞത്? എന്തിനാപ്പം നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഇപ്പൊ നിലവിൽ നിനക്ക് എന്താ ഇവിടെ നിന്ന് കിട്ടുന്നത്? മാത്രല്ല, എന്തെങ്കിലും ഒരു കാര്യം അവകാശത്തോടുകൂടെ ചോദിക്കാൻ പറ്റുമോ അച്ഛനോട്? നിനക്ക് ഇല്ല. പറ്റുമോ? ഇന്നലെ വെറുതെ 1-2 ചോദ്യങ്ങളും ഞാൻ ചോദിച്ചാണ് എന്റെ ചെവിടുത്തൊന്ന് കിട്ടിയത്. നീ കണ്ടല്ലേ? കണ്ണെന്ന് പൊന്നീച്ച പാറി. അതെ, ഇന്നലെ വരെ ഞാൻ അമ്മാവന്റെ കൂടെയായിരുന്നു. എല്ലാം വിട്ടേക്ക്. ഇന്നു മുതൽ നിങ്ങളെ കൂടെ ഞാനുണ്ട്. അതാ പറഞ്ഞത്. സ്നേഹിച്ച
കരള ഉണ്ണി അങ്ങോട്ട് പറിച്ചു കൊടുക്കും. തെറ്റിക്കളിച്ചാ രണ്ടാളെ കരളയാണ് ഇങ്ങോട്ട് എടുത്ത് തിന്നു കളയും. നീ കാസർഗോഡത്തെ കോഴിക്കടയിലെ കാര്യം പറയാണ്ട് ഇവിടുത്തെ കാര്യം പറയും. അതെ, ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഉണ്ണി നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇനി നിങ്ങക്ക് എന്ത് വരാ വേണ്ടത്? ഉണ്ണി കൂടി കൂടിയാൽ നമുക്കാണല്ലോ ഭൂരിപക്ഷം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ തന്തേരെ എടുത്തിട്ട് പുറത്തേക്ക് ഇടണു, അവിടെ കയറി ഞാൻ ഇരിക്കുന്നു. കാര്യങ്ങളൊക്കെ നമ്മുടെ വഴുതിയിരിക്കും വരും. അല്ല, നമ്മളിപ്പോ ഈ അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്ത് കയറി ഇരിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താണ് പിന്നെ? എടാ, നമ്മുടെ വീട് തറവാടും വളപ്പൊക്കെ കടത്തിലാണ്, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ മന്മഥ മുതലാളി ഇന്ന് കണ്ടിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കും. എന്നാ നമുക്ക് അവിടെ കയറി ഇരിക്കണതിന് ഒരു ഇതുണ്ട്. അപ്പൊ ഇവിടെ സീറ്റിൽ ഇരിക്കാൻ പറ്റിയ ആൾ തന്നെയാണ് കേട്ടാ. ഇത്ര ബുദ്ധിക്ക് ഉപയോഗിച്ചാ മതി നിങ്ങള്. ഇത് ഇപ്പോഴല്ലേ പറഞ്ഞത്. നിങ്ങളെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ടേ നമ്മുടെ മന്മഥൻ സാറിനെ ഇങ്ങോട്ട് വീഴ്പ്പിച്ചിട്ടുണ്ട്. മോഹനപ്പ കൊണ്ടുവരും ആളിനെ. ആഹാ, അണ്ണന്മാരും അനിയന്മാരും അപ്പികളും എല്ലാം ഉണ്ടല്ലോ. പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ നടന്ന ആളാണ്. കോട്ട ഈ തെയ്യായി എന്തൊക്കെ സാധനങ്ങളാണ്. എന്റെ ആറ്റാല അമ്മച്ചി, ഇത് എന്തൊരു കാണുന്നത്. അപ്പികളെല്ലാം കൂടെ ജോയിന്റ് ആയാ. ഇന്നലെ തന്തപ്പടി ചെവളവളൊക്കെ പറഞ്ഞ കിട്ടിയപ്പോ എല്ലാം കൂടെ ജോയിന്റ് ആയല്ല. സന്തോഷം. വരി നിങ്ങള്. ഇവിടെ വരുന്ന അച്ഛനൊന്നും കണ്ടില്ലല്ലോ. ആരും കണ്ടില്ല. കണ്ടാലെന്താണ്? അല്ല, എന്നാലും അങ്ങനെയല്ലല്ലോ. അല്ല, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അതെ, ഇനി സാമ്പത്തികമായിട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഭരണമില്ല. പക്ഷെ നോക്കി, ഉണ്ണി ഇപ്പൊ ഞങ്ങളുടെ കൂടെയാണ്. എനിക്ക് നല്ല ബുദ്ധി വന്നാടേ. മുമ്പേ ഉണ്ടായിരുന്നു. നല്ലത്. അധികം വൈകാതെ തന്നെ അച്ഛൻ അവിടുന്ന് പിടിച്ചു മാറ്റിയിട്ട് ആ കസാരയിൽ ഞാൻ കയറിയിരിക്കും. സത്യം പറയാ, ഞാൻ കുറെ നാളായിട്ട് നിങ്ങളൊക്കെ ഇത് പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇത്ര നാൾ എന്റെ തന്തപ്പടി എന്റെ കച്ചവടം എല്ലാം പിടിച്ചു വെച്ചിരുന്നു. ഞാൻ പതുക്കെ അയാളെ കാലുവിടയ്ക്ക് ഒതുക്കി ഒരിടത്തിരുത്തി. ഇപ്പൊ കച്ചവടം എന്റെ കയ്യിലല്ലേ. അതുകൊണ്ട് ഞാൻ ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അത് തന്നെയാണ് ഇനി ഈ വക രംഗത്തേക്കൊക്കെ ചെറുപ്പക്കാരെ ഇറങ്ങട്ടെ. പിന്നെ ഒരു കാര്യം, നിങ്ങളൊരു അനീചർക്കല്ലേ ഒരു ഇളയ വാവളന്തായി വ്യാരിയാതെ അവനെയും കൂടെ നിങ്ങളെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂട്ടിയിട്ട് അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കി. വെറുതെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടില്ല. എന്ത് കാരണം അവൻ തറവാട് വിട്ടിട്ട് കൊച്ചിയിൽ പോയി പഠിച്ചിട്ട് വലിയ അറിവാളിയായിരിക്കണം. അവൻ ശരിക്കും പറഞ്ഞാൽ ഇവൻ പോയി പഠിക്കേണ്ടതാണ് കൊച്ചിയിലെ. നന്നായിട്ട് പഠിക്കും. പോവാത്തോണ്ട് തന്നെ അവൻ നിങ്ങളോട് കൂടിയില്ലേ. അവന് വിവരം വെച്ചാൽ അവനും നിങ്ങളോട് കൂടുവോ? നിങ്ങൾ പറഞ്ഞ മാതിരി ഈ പ്യാരി എന്ന് പറഞ്ഞവന്റെ കാര്യത്തിലാണ് ഇത്തിരി പേടിയുള്ളത് ഞങ്ങക്ക്. പിന്നെ എന്തായാലും നിങ്ങളെല്ലാം ജോയിന്റ് ആയ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കായ്കൾ ഞാൻ തരും. നിങ്ങളെ തന്തപ്പടി കൊടുക്കണതിന്റെ ഡബിൾ ഞാൻ തരും. പക്ഷെ ഒരു കാര്യം, ഞങ്ങളെ തന്തപ്പടി കാരണം നക്കാപ്പിച്ച പലിശ എന്നാ പോരാ, പലിശകളിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ഒരു പാലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടല്ലേ, ഒരിടത്ത് വിട്ടുപോകില്ലേ. പാലുണ്ടല്ലോ, വേണം. കായകൾ ആവശ്യമുള്ള ഞാൻ തരും. ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ ഡമ്മിയായിട്ട് കസേരയിലെങ്കിൽ ഇരുന്നാ മതി, കേട്ടല്ലേ. അപ്പൊ ഈ തറവാടിന്റെ ഭരണം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്റെ കൂടെ നിൽക്കണം. എപ്പൊ നിന്ന് ചോദിച്ചാൽ മതി. അപ്പൊ പറഞ്ഞ പോലെ നോക്കി നിൽക്കാണ്ട കൈ വെക്കണ ചക്ക. ഇതാണ് ഈ ചെക്കൻ എന്ത് കാര്യത്തിന് ഇങ്ങനെ വീട്ടിൽ അവസാനം ഒന്നും ഇല്ലാണ്ടായി. ഏതായാലും നമ്മൾ ഒന്നാം സ്ഥിതിക്ക് നമുക്കൊരു സെൽഫി എടുക്കാം. എന്റെ വാട്സപ്പിൽ സ്റ്റാറ്റസും കൂടി ഇടാം. ഉണ്ണിയെ സെൽഫി ഒക്കെ നീ എടുത്തോ. അവസാനം നിന്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട അച്ഛനെങ്ങാനും അറിഞ്ഞാട്ടല്ലോ, നിന്റെ കണ്ണിന്റെ സിലിണ്ടർ ഞാൻ തല്ലി മുറിക്കും. അപ്പൊ നമ്മൾ പൊളിക്കും. അല്ല, അച്ഛനൊരു അത്യാവശ്യമായിട്ടൊരു യാത്ര ഉണ്ട്, ഇന്നത്തെയും കൂടി ഒന്ന്. ഞാൻ സംസാരിച്ചോട്ടെ, ഞാൻ തിരിച്ചു വിളിക്കാം. എവിടെ വിളിക്കാൻ പറഞ്ഞ വണ്ടി എടുത്തു? ഒരു പ്രശ്നം ഉണ്ടല്ലോ അച്ഛാ. എന്താണ്? ഇപ്പൊ ഞാൻ വർഗീസിയറിനെ വിളിച്ചത്. അപ്പൊ പുള്ളി പറഞ്ഞ നമ്മൾ ഇത്രയും കാലം വിളിച്ച വണ്ടിയുടെ വാടക കൊടുത്താൽ ഇന്ന് വണ്ടി വിടാൻ പറ്റുള്ളൂ എന്ന് പറയണം. വാടക കൊടുക്കാന്ന് പറയേ. പൈസ വേണ്ട വിടാ, പൈസ ഒന്നുമില്ല. അല്ല, ഇപ്പൊ അച്ഛന്റെ വണ്ടിയും പുറകെ വന്ന പരിവാരങ്ങളുടെ വണ്ടിയും എല്ലാം നമ്മൾ പുറത്തുനിന്നാ വിളിച്ചത്. ഇവിടെ ഇട്ടല്ലോ വണ്ടി, അതെടുക്ക്. നമ്മുടെ വണ്ടികളൊക്കെ കട്ടപ്പുറത്തിരിക്കല്ലേ 6-7 വണ്ടിയുള്ളത്. അതിന്റെ ഇൻഷുറൻസും ടാക്സും ഒക്കെ അടച്ചിട്ട് എത്ര വർഷമായി. പിന്നെ കുറെ ഉണ്ടായത് പാട്ടവിലൊക്കെ നമ്മൾ വിൽക്കുകയും ചെയ്തില്ലേ. ഇത്രയും വണ്ടി ഉണ്ടായിട്ട് ഒരെണ്ണം ഒരു ആവശ്യത്തിന് എടുക്കുമ്പോ ഇല്ലാന്ന് പറയുന്നത്. അപ്പൊ ആ ഡ്രൈവർമാരെയൊക്കെ പിരിച്ചുവിട്ടില്ല രാഘവേട്ടാ, ശമ്പളം കൊടുക്കാൻ പറ്റാതെ. ശമ്പളം കൊടുക്കാതെ കുറെ കാലായി. എന്നാ പുതിയതൊരെണ്ണം വാങ്ങിക്ക്. ആ ബ്ലാക്ക് കളർ ആയിക്കോട്ടെ. ഇവിടുന്ന് പൈസ എടുത്ത് മേടിക്ക. അപ്പൊ അതിന് പൈസ ഇല്ല. ഇല്ല, വളരെ ഞെരിക്കാന്ന്. അച്ഛാ, അത് തന്നെ അല്ല, ശീതളേട്ടനും സുഖദേട്ടനൊക്കെ കൂടി നമ്മുടെ ബന്ധുക്കളെ എല്ലാവരെയും നമുക്ക് എതിരാക്കിയിട്ടുണ്ട്. അമ്മക്കാണെങ്കിലും നമ്മളോട് പഴയ പോലെ ഒരു വിശ്വാസവും താല്പര്യവും ഇല്ല. ഇല്ല. പിന്നെ ഉണ്ണിയാണെങ്കിൽ മറുകണ്ഠം ചാടി. അതെ,
ഉണ്ണിയോ? ആ ഉണ്ണി എന്നോട് പറഞ്ഞു അവനും ഭാര്യക്കും കൂടി ഒരു വിദേശ യാത്ര പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ പറ്റില്ല, അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് പെടുത്താന്ന് പറഞ്ഞപ്പോ അവരെന്തോ പ്രലോഭനം കൊടുത്തപ്പോ അവൻ അങ്ങോട്ട് പോയി. ഒരു കാര്യം ചെയ്യും, ആ മന്മഥനെ വിളിക്ക്, കുറച്ചുകൂടെ ഫണ്ട് തരാൻ പറ. അയാൾ എന്തോ ഒക്കെ അറിഞ്ഞ മട്ടാണ്, ഒരു പിടുത്തം തരുന്നില്ല, പുള്ളി സ്ലിപ്പായി കളിക്കാണ്. മന്മഥനിപ്പോ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്ത് നോട്ടീസ്? ആ പൈസ എല്ലാം തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മള് വസ്തു ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നാ ആധാരം എടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി വെക്ക്. അതല്ലേ ഓണത്തിന് പലചരക്ക് സാധനം എടുത്ത വകയിൽ പലചരക്കാരന് കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ സൊസൈറ്റി കൊണ്ടുപോയി വെച്ചത്. അത് അടച്ചിട്ടുമില്ല. എന്താ ചെയ്യാ? അമ്മക്കാണെങ്കിൽ ഒരു കണ്ണട വേണമെന്ന് പറയുന്നുണ്ട്. 70,000 രൂപ അത്. മുറുക്കാൻ വെറ്റിലും ഇല്ല, അടയ്ക്കും ഇല്ല. അത് തീർന്നു പോയി. പുകയില കുറച്ച് മാത്രമുണ്ട്. ഒരു കഷ്ണം പുകയില വേണോ? എന്താ ഇപ്പൊ ചെയ്യണത്? വരിയും സാധനവും ഒക്കെ തീർന്ന് അതാ എല്ലാരും പട്ടിണിയായ പിന്നെ സമരവും ബഹളവും ഒക്കെ ആകൂടാ, നിക്കാൻ പറ്റൂല. ആരൊക്കെ വരണണ്ടച്ചാ. ജന്മളേണ്ട അച്ഛോ, എന്തായി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങള്? എന്ത് കാര്യം? അതേ, ഈ തറവാട്ടിലെ കാര്യങ്ങൾ ഇത്രയും നാളും തിന്നു മുടിച്ച പോലെ തിന്നു കുടിക്കാണ്ട് സമാധാനത്തിൽ കുടുംബം നോക്കി നടത്താനുള്ള കാര്യങ്ങൾ എന്തായി എന്നാ ചോദ്യം. എന്താ നീ ഉദ്ദേശിക്കണേ? ഉദ്ദേശിക്കണ വേറൊന്നല്ല, കാര്യങ്ങൾ മര്യാദക്ക് ഇരുന്ന് നടത്താൻ പറ്റില്ലെങ്കിൽ എണീറ്റ് പോകും അവിടുന്ന്. പറ്റുന്നവർ ഇരുന്ന് ചെയ്യട്ടെ, അതാണ് ഉദ്ദേശം. എന്താണ്ടാ നീ പറയണത് എന്റെ അടുത്ത്? ആരോടെ ഏട്ടൻ സംസാരിക്കണേന്ന് ഓർമ്മയുണ്ട? സംസാരിക്കണ ആരോടാന്നൊക്കെ നല്ല ബോധ്യം ഉണ്ടോ ചക്ക? ഇത്രയും നാളും അച്ഛന്റെ സൗകര്യത്തിന് ഇരുന്ന് ഭരിച്ചിട്ട് വേണ്ട രീതിയിലൊക്കെ തട്ടി തിന്ന് അവനവന്റെ സൗകര്യങ്ങൾ നോക്കില്ലേ? ഈ കുടുംബത്തെ കാര്യങ്ങൾ നേരെ ചെവ്വ പോകാൻ വേണ്ടിയിട്ട് ഇനി ഈ കസാരയിലിരുന്ന് കാര്യങ്ങൾ നടത്താൻ പറ്റുന്നവര് ഇരിക്കട്ടെ, അച്ഛൻ എണിച്ച് അകത്ത് പോന്നു. അതന്നെ ചിലക്കണ്ട നീ. ഞാൻ ഈ കസലയിൽ നിന്ന് മാറിക്കഴിഞ്ഞാ ഇവിടെ ഇരിക്കാൻ യോഗ്യതയുള്ള ഒറ്റാണ് ഈ കുടുംബത്തുള്ളൂ. അത് ഇവനാണ് പ്യാരി. അതെ, അത് ഈ ഒരു ഒറ്റ മകനുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യും, അച്ഛൻ ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കയ്യിലൊക്കെ ആവശ്യാനുസരണം സ്വർണം മേടിച്ച് കയ്യിൽ പിടിച്ചിട്ടില്ലേ? എന്താ ഇല്ലേ? അതൊക്കെ ഇങ്ങോട്ട് എടുത്തു തരും. എടാ, അത് ഞാൻ എനിക്ക് വേണ്ടി കൊണ്ടുപോയി വെച്ചതല്ല, ബാങ്കില് എല്ലാവർക്കും വേണ്ടിട്ട് വെച്ചതാണ്. എല്ലാവർക്കും കൂടി വേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കാര്യം നോക്കി വേലസ് അല്ല വേണ്ടത്, കുടുംബത്തെ കാര്യം ഒരേപോലെ നോക്കണം. ഇത് അവനവന്റെ സൗകര്യവും ദിവസം മാത്രം നടന്നിട്ടുള്ളോ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുത്തു തരിക, ഇല്ലെങ്കിൽ ഇതാ കസാരയിലിരിക്കാൻ യോഗ്യതയുള്ള മകൻ എന്ന് പറഞ്ഞില്ലേ, ഏറ്റവും താഴെ അവനോട് എടുത്തു തരാൻ പറ്റുമോ നിങ്ങക്ക്? എന്താ ശീതളായിട്ട് ഈ പറയണ? ഒരായുസ് മുഴുവൻ ഈ കുടുംബത്തിന് വേണ്ടി ഓടി തളർന്ന ഒരു മനുഷ്യനാണ്. നന്ദികേട് പറയരുത്. വലിയ ബലം പിടിക്കണം നീ. ആദ്യമൊക്കെ ഈ തറവാടിന്റെ അവകാശികളില് പകുതി പേര് ഞങ്ങളും പകുതി പേര് നിങ്ങളായിരുന്നു. ഇപ്പൊ നോക്ക്, ഞങ്ങളെ എണ്ണം കൂടി. അമ്മായിന്റെ മോൻ ഉണ്ണി വരെ ഇപ്പൊ ഞങ്ങളുടെ കൂടെയാണ്. ഇനി ഈ കുടുംബത്തിക്ക് എപ്പോഴെങ്കിലും ഒന്ന് കടം തരുന്ന നമ്മുടെ മന്മഥം വരെ ഞങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. ഭൂരിപക്ഷം ഞങ്ങൾക്കാണ്. 4 പേര് ഞങ്ങളും 2 പേര് നിങ്ങളുള്ള. നിങ്ങൾക്കൊരു ചുക്ക് കൂടെ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളൊന്ന് ആഞ്ഞു പിടിച്ച കാര്യങ്ങൾ ഭംഗിയാകും. എന്താ വേണ്ടത്? വെറുതെ വർത്താനത്ത് കണ്ട് അച്ഛനോട് അകത്ത് പോകാൻ പറയും. മൊണ്ടാട്ടം അടങ്ങി ഒത്തിരുന്ന അനക്ക് ഇവിടെ ജീവിക്കാം. ചേട്ടൻ ഇരിക്കട്ടെ കസാരയില്, മൂത്ത ഒരാളുണ്ടല്ലോ. ഇനി ഒന്നും ആലോചിക്കണ്ട, എനിക്ക് അച്ചവിടുന്ന്. അതാ പ്രായമാകുമ്പോ ഇത്തിരി ബുദ്ധിയും ബോധമൊക്കെ ഒത്തിരി കുറയും. അപ്പൊ അതിനനുസരിച്ച് ആൾക്കാർ മാറിയിരിക്കട്ടെ. വെറുതെ അള്ളി പിടിച്ചിട്ട് എന്താ കാര്യം? എണീക്കാച്ച, അകത്ത് പോയിരിക്കും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിടിക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ. പിടിക്കടാ.
അത് ഇരുന്ന് പഠിക്കാതെ ഇത് മണി കൂടണോ കേട്ടാ? നിങ്ങൾ ഇങ്ങോട്ട് വരി, ഈ കസാല ഇരിക്കും. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം നിങ്ങളാണ്. എന്താ തീരുമാനിച്ചാൽ അതങ്ങോട്ട് പറഞ്ഞോണ്ട്. അച്ചോ ഇവിടെ നോക്കി നിങ്ങള് വിഷമിക്കണ്ട. ഈ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നടക്കുന്ന കാലം വരെ ഈ തറവാട്ടിൽ 60 വയസ്സിന് മേലുള്ളവർക്ക് മാസം ഞാൻ ഒരു 1600 ഉറുപ്പ്യ വെച്ച് അങ്ങോട്ട് തരൂ മുറുക്കാൻ മേടിക്കാൻ. ആ കാശ് മേടിച്ചിട്ട് മുറുക്കി തുപ്പിയിട്ട് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കണം. മുറുക്കി തുപ്പാന്ന് പറഞ്ഞാൽ സ്വന്തം വീടിന്റെ ജന്മ തുപ്പരുത്. അല്ല, മുറുക്കാനുള്ള കാശ് മേടിച്ചിട്ട് സ്വന്തം വീട് തുപ്പി നാറ്റിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാ ആ കോളം എടുത്തു കൊടുക്കും. ഓ കൊണ്ടുപോടാ അച്ഛനകത്തേക്ക്. സുഖേട്ടാ, ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് നമ്മൾ തീരുമാനിച്ച മാതിരി ആയില്ലേ? നീ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഒരു ലിസ്റ്റ് ഇടീ. രാഘവട്ടോ, എന്താണ് നിങ്ങളുടെ പരിപാടി? ഞാനിപ്പോ എന്താ പറയണ്ട്? അച്ഛന്റെ കൂട്ടത്തിലൊക്കെ നിന്ന പോലെ എന്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ പൊക്കോളെ. ഞാനെന്താ ഇപ്പൊ പറയണ്ട്? അങ്ങനെ ആയിക്കോട്ടെ.